തമ്മിത്താൻ അധികാരസ്ഥാനത്തിനും കസേരയ്ക്കും വേണ്ടി അടിപിടി കൂടുന്ന ഒരു കൂട്ടമാണ്. ഇവരുടെ എങ്ങാണ്ടും കയ്യിൽ ഒരു സംസ്ഥാനത്തിന്റെ ഭരണതത്വം ചെന്ന് ചേർന്നാൽ എന്താകും ആ സംസ്ഥാനത്തിന്റെ ഗതി അഥവാ ഗതികേട്? മറ്റന്നാളുള്ള റിസൾട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വിധിയാവും. മറ്റന്നാൾ മെയ് 4-ാം തീയതി ബാലറ്റ് ബോക്സ് എല്ലാം പൊളിച്ച് എണ്ണുമ്പോൾ വരാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ പറയാനിടയുള്ളത് ഈ കുറേ എക്സിറ്റ് പോളുകൾ UDF കുറച്ച് അനുകൂലമാണെന്നുള്ള തരത്തിലാണല്ലോ വന്നിട്ടുള്ളത് എന്ന് പലയിടത്തും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് പറയാനുള്ളത്, എക്സിറ്റ് പോളുകൾ വോട്ട് എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാകുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ നൽകുന്നതിന് പലപ്പോഴും വിജയിച്ചിട്ടുണ്ട്, ചിലപ്പോൾ പാടെ പരാജയപ്പെട്ടിട്ടുമുണ്ട്. രണ്ട് തരത്തിലും സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ചെറിയ ഒരു നിരീക്ഷണത്തിൽ നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണം പറയാം. 5 വർഷം മുമ്പ് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രണ്ട് തരത്തിലുള്ള LDF-നും UDF-നും അനുകൂലമായിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളുണ്ടായിരുന്നു. എന്നാൽ LDF-ന് അനുകൂലമായിട്ട് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. പക്ഷേ ആ കൂടുതലുണ്ടായിരുന്നപ്പോഴും എന്താണ് LDF-ന് കിട്ടാനുള്ള സീറ്റിൻ്റെ കുറിച്ചുള്ള സൂചന ഉണ്ടായിരുന്നത്? 75, 80, 85 എന്നെല്ലാമാണ് പറഞ്ഞിരുന്നത്. യഥാർത്ഥത്തിൽ കിട്ടിയ എത്രയാണ്? 99ആണ്. ഇപ്പോൾ എത്രയാണ് ഡിഫറൻസ്? 80 ഒരു ശരാശരിയായിട്ട് എടുത്താൽ 19 സീറ്റ് LDF-ന് എക്സിറ്റ് പോളിൽ പറഞ്ഞതിനേക്കാൾ അധികം നേടാൻ കഴിഞ്ഞു. ഇപ്പം ഞാൻ നോക്കിയിടത്തോളം നിങ്ങൾക്കും അറിയാം, മിക്കവാറും എല്ലാ എക്സിറ്റ് പോളിലും നേരിയ വ്യത്യാസം UDF-ന് അനുകൂലമായിട്ട് കാണിക്കും. 4, 5, 6, 8 ഇനി 10 സീറ്റ് തന്നെ LDF-നേക്കാൾ UDF-നുണ്ടെന്ന് പറഞ്ഞാലും 5 വർഷം മുമ്പ് 19 സീറ്റിന്റെ വർധനമാണ് ഈ എക്സിറ്റ് പോളിൽ കണക്കാക്കിയതിനേക്കാളും LDF-നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതെല്ലാം പെട്ടി കിടക്കുന്നുണ്ട്. നമ്മൾ ഈ പറയുന്നതനുസരിച്ച് ഫലം മാറാൻ പോകുന്നില്ല, അല്ലേ? ഫലം എന്തായാലും പെട്ടിയിലുണ്ട്. അത് എണ്ണുമ്പോൾ നമുക്കറിയാൻ കഴിയും. 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ചെയ്ത കാര്യങ്ങൾ ഒന്ന് ഓർക്കാൻ കഴിയുന്ന ഒരു വോട്ടർക്ക് LDF-ന് അനുകൂലമായിട്ടല്ലാതെ വോട്ട് ചെയ്യാൻ പറ്റുമോ? ഇതാണ് ഞങ്ങൾക്ക് ഈ ആത്മവിശ്വാസം പകരുന്നത്. ബാക്കി ഇനി 4-ാം തീയതി രാവിലെ നമുക്ക് കാണാം. മന്ത്രിമാരടക്കം പരാജയപ്പെടുന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴും. മന്ത്രിമാരടക്കം പരാജയപ്പെടും എന്ന് ചില പ്രചരണമുണ്ട്. UDF-ന്റെ പ്രമുഖരായിട്ടുള്ള ചില ആളുകൾ ചിലപ്പം അസംബ്ലി കാണില്ല എന്നുള്ളത് കേൾക്കുന്നുണ്ട്. ഇതിലേതാ ശരിയെന്നുള്ളത് വോട്ടെണ്ണി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. കോമ്രേഡ്, അപ്പുറത്ത് ഈ മുഖ്യമന്ത്രി ചർച്ച ആരംഭിച്ചു, മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം ആരംഭിച്ചു, ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ചൊക്കെ ആരംഭിച്ചു. ഇടത് കാമ്പ് ഒരല്പം സൈലന്റ് ആണോ? ഒരു കോൺഫിഡൻസ് കുറവിലാണോ? ഒന്നാമതായി 5 വർഷം മുമ്പ് 2.5 വർഷം വീതം വെക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു UDF. പിന്നെ IAS IPS ഉദ്യോഗസ്ഥന്മാർ പ്രധാനപ്പെട്ട ആരെയൊക്കെ എങ്ങനെയൊക്കെ നിയോഗിക്കണമെന്നുള്ളതും 1-2 കരട് ലിസ്റ്റ് എഴുതി വെച്ചിരുന്നു. ഫലം വന്നപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. പിന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അതായത് ഞങ്ങൾ ടീം UDF എന്ന മട്ടിൽ ഇതുപോലെ ഐക്യത്തോടു കൂടി ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ആവർത്തിച്ച് ഈ ജില്ലക്കാരനായിട്ടുള്ള പ്രമുഖ കോൺഗ്രസ് നേതാവടക്കം സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്താണ് UDF-ലെയും കോൺഗ്രസിലെയും അവസ്ഥ? അതുപോലെ തന്നെ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ കോൺഗ്രസ് ആരാണ് നേതാവായി തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഘടക പാർട്ടികൾ UDF-ൽ സംസാരിക്കുന്നതും അതുണ്ടാക്കുന്ന തർക്കങ്ങളുമെല്ലാം തമ്മിത്താൻ അധികാരസ്ഥാനത്തിനും കസേരയ്ക്കും വേണ്ടി അടിപിടി കൂടുന്ന ഒരു കൂട്ടമാണ്. ഇവരുടെ എങ്ങാണ്ടും കയ്യിൽ ഒരു സംസ്ഥാനത്തിന്റെ ഭരണതത്വം ചെന്ന് ചേർന്നാൽ എന്താകും ആ സംസ്ഥാനത്തിന്റെ ഗതി അഥവാ ഗതികേട് എന്നുള്ളത് ഇപ്പം തന്നെ ആളുകൾ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും ഇനി പറയേണ്ട കാര്യമില്ല. ഓക്കെ, താങ്ക് യു.